നമ്മുടെ സർജറിക്ക് പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ആശുപത്രിയിൽ വളരെ ശ്രദ്ധയോടെ നമ്മൾ സർജറി കൺസെൻറ്റ് വാങ്ങാറുണ്ട്. പേഷ്യൻറ്റിൻ്റെയോ ബൈസ്റ്റാൻഡറുടെയോ സമ്മതപത്രം കൃത്യമായി ഒപ്പിട്ട് വാങ്ങുന്നുണ്ട്. നമ്മളതിന് ഡിജിറ്റൽ ഫോർമാറ്റ് ഉണ്ട്. ഒന്ന് ഡിജിറ്റലി അല്ലെ പേപ്പറിലേക്ക് ഓട്ടോ ടെംപ്ലേറ്റ് ഫില്ലായി വരും. നമ്മളൊന്നും എഴുതണ്ട, അവരെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിയാൽ മതി. അത് നമ്മുടെ അനസ്തേഷ്യയിലും ഈ വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സർജറിയുടെ കൺസേൺ വാങ്ങിയതുകൊണ്ട് അനസ്തേഷ്യ കൺസേൺ വേണ്ട എന്നൊരു കൺസെപ്റ്റ് ഇല്ല കേട്ടോ. കാരണം സർജറി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നോ അതോ ഒരു പടി കൂടുതലോ ഈ അനസ്തേഷ്യയുടെ അവരെ കാര്യങ്ങൾ അറിയിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആൾട്ടർനേറ്റീവ്സിനെ കുറിച്ചുള്ള ബോധം അവർക്ക് കൊടുത്ത് അതിൻ്റെ റിസ്ക് ഫാക്ടറുകളെ കുറിച്ചുള്ള അറിവും ബെനിഫിറ്റും. കാരണം ഒരു അനസ്തേഷ്യ കൊടുക്കുന്നതിൻ്റെ റിസ്കിൻ്റെ അത്രയും ബെനിഫിറ്റ് ആ അനസ്തേഷ്യ കൊണ്ടില്ല എങ്കിൽ നമുക്കത് ഒഴിവാക്കണം. ആ ഒരു സർജറി കൊണ്ടില്ല എങ്കിൽ ആ സർജറി ഒഴിവാക്കണം. സോ റിസ്ക് ഫാക്ടറും ബെനിഫിറ്റും പറഞ്ഞ് മനസ്സിലാക്കി പേഷ്യൻറ്റിന് അത് കൃത്യമായ ബോധതലത്തിൽ എത്തി എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു ഡോക്യുമെൻറ്റേഷൻ സർജറിയുടെ സമ്മതപത്രം അല്ലാതെ തന്നെ നമുക്കുണ്ടായിരിക്കണം. The anesthesiologist obtains informed consent for administration of anesthesia എന്നതാണ് COP 13D 4ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് 13ാമത്തെ സ്റ്റാൻഡേർഡിൽ കെയർ ഓഫ് പേഷ്യൻസിൽ നമ്മൾ കാണുന്നത്. ദ അനസ്തേഷ്യോളജിസ്റ്റ് ഒബ്റ്റെയിൻസ് ഇൻഫോംഡ് കൺസേൺ ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അനസ്തേഷ്യ എന്നതാണ്. സെപ്പറേറ്റ് ആയിരിക്കണം. ഇത് സർജറിയുടെ കൺസേണിനകത്ത് ചേർത്തല്ല ചെയ്യേണ്ടത്. നമ്മുടെ ആശുപത്രി അത് കൃത്യമായി അത്തരത്തിൽ തന്നെ പരിശീലിക്കണം. അപ്പം ഇത് ഒരു വിശാലമായ സബ്ജക്റ്റാണ് അനസ്തേഷ്യ. അത് സർജറിയുടെ പാർട്ടായിരിക്കെ സർജറിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. സെപ്പറേറ്റ് കൺസേൺ വേണം. COP 13D.